Let's start the class. We discussed numbers up to 8 digit. You know to write, to read numbers up to 8 digit. Okay? For what purpose you studying this? എന്തിനാ ഇത് പഠിക്കുന്നത് ഇത്രയും വലിയ നമ്പേഴ്സ് ഒക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടോ? Is there any purpose? Is there any use? Yes. എന്താ ജസ്റ്റസ് പറഞ്ഞേ? എന്താ യൂസ്? വലിയ നമ്പേഴ്സ് പഠിച്ചോണ്ട് എന്താ യൂസ്? നമ്പർ പെട്ടെന്ന് കാണുമ്പോ വായിക്കാനും പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ പെട്ടെന്ന്. ഓക്കെ, അതൊക്കെ ഓക്കെ. ബട്ട് എന്താ ഈ നമ്പേഴ്സിന്റെ യൂസ് എന്താ? ഇപ്പൊ 1 crore അല്ലെങ്കിൽ 1 lakh, 10 lakh ഇതൊക്കെ എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ അതിന്? നമ്മുടെ ഡെയിലി റുട്ടീനില് 1 crore കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? നമ്മള് സാധാരണക്കാരാണ് അല്ലെ? നമ്മള് ക്രോറ് കൊണ്ടും ലാക്ക് കൊണ്ടൊന്നും കളിക്കുന്നില്ല. വലിയ വലിയ ആൾക്കാരൊക്കെ, വലിയ വലിയ പണക്കാരൊക്കെ അവര് ക്രോഴ്സിന്റെയും ലാക്സിന്റെയും 10 lakhsന്റെ ഒക്കെ കണക്ക് പറയും, റുപ്പീസ്. നമുക്കതൊന്നും ആവശ്യമില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടോ? പോട്ടെ, 1000നെ കൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ? 1000, 10,000 ഉണ്ടോ? എന്താ ജുവാന? പൈസ ഒക്കെ എന്നാണല്ലേ? നിങ്ങള് പൈസ ഒക്കെ ഉണ്ടോ? ഞാൻ പൈസ എണ്ണാറുണ്ട്. നിങ്ങൾക്ക് 1000 റുപ്പീസിന്റെ ആവശ്യമുണ്ടോ ഇപ്പൊ? ആവശ്യമില്ല, പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണ്ണാറൊക്കെ ഉണ്ട്. പൈസ എണ്ണാറുണ്ട്. ഓക്കെ, 1500. പിന്നെ വേറെന്താ? ഹെവൻ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ ഫ്യൂച്ചറില് നമുക്ക് ലാക്സും കോഴ്സും ഒക്കെ ഈ എണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ പഠിക്കുമ്പോ അത് മനസ്സിലാവും. അത് നല്ലൊരു കാര്യല്ലേ. ഫ്യൂച്ചറിലേക്ക് വേണ്ടിട്ട് ഇപ്പോഴേ പഠിച്ചു വെക്കുന്നു. ഫോർ ദി യൂസേഴ്സ് ഇൻ അവർ ഫ്യൂച്ചർ. നാളെ നിങ്ങൾ ആരാവുമെന്ന് ആർക്കും അറിയില്ല അല്ലെ? ചിലപ്പോ ഒരു മുകേഷ് അംബാനിയോ അനിൽ അംബാനിയോ അല്ലെങ്കിൽ ഒരു ബിൽ ഗേറ്റ്സോ ആരെങ്കിലും ഒക്കെ ആയിട്ടുണ്ടെങ്കിലോ? അപ്പൊ നിങ്ങൾ ക്രോഴ്സും 10 crores, 100 crores, മില്യൺസ് ഇതൊക്കെ വെച്ചിട്ടല്ലേ കളിക്കുന്നേ? അപ്പൊ നമ്മളൊക്കെ പാവങ്ങള്, നമ്മളൊക്കെ ചെറിയ ചെറിയ സംഖ്യ വെച്ച് കളിക്കും. അപ്പൊ അതിനു വേണ്ടിട്ട് ഇപ്പോഴേ പഠിക്കുന്നു. ഓക്കെ, നൈസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള എന്താണെന്നറിയോ? ലാർജ് നമ്പേഴ്സ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. ടേക്ക് പേജ് നമ്പർ 13. Page number 13 in your text. As per your text, നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് ബേസിക് തിങ്സ് ആണ് ലാർജ് നമ്പേഴ്സ് ഇൻ പ്രാക്ടീസ് വെച്ച് പഠിക്കാനുള്ളത്. That means units of length, units of mass, units of volume. എന്തൊക്കെയാ പഠിക്കാനുള്ളത്? Units of length, units of mass, units of volume. These are used in our daily life. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? How many distance? What distance? About 5 kilometer, 10 kilometer, 15 kilometer. Okay. We use kilometer to measure the distance from one place to another. Isn't it? We use kilometers for measuring distance from one place to another. നമ്മൾ രണ്ട് പ്ലേസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി കിലോമീറ്റർ യൂസ് ചെയ്യും. ഓക്കെ, ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? Can you understand how much is a kilometer? സ്കെയിൽ വെച്ചിട്ട് കിലോമീറ്റർ അളക്കാൻ പറ്റുമോ?
സ്കെയിൽ വെച്ചിട്ട്? സാധാരണ നിങ്ങൾ യൂസ് ചെയ്യുന്ന 15 സെന്റിമീറ്റർ സ്കെയിൽ? നോ, ഇല്ല അല്ലേ? ഒരുപാട് അളക്കാനുണ്ടാവും. സ്കെയിൽ വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന മാക്സിമം ദൂരം എത്രയാ? 1 മീറ്റർ വരെ നമുക്ക് അളക്കാം. 15 centimeter, next 30 centimeter, 45 centimeter, then 60 centimeter, then 75 centimeter. 75 ആണോ? സോറി, അങ്ങനെ നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു മീറ്റർ വരെ നമുക്ക് അളക്കാം. പിന്നെ അളക്കാൻ നമുക്ക് മടിയാവൂലേ? മടിയാവുമല്ലോ, പ്രത്യേകിച്ച് നിങ്ങൾക്ക്. നിങ്ങളോട് സ്കെയിൽ വെച്ച് ഒരു 3-4-5 മീറ്റർ ഒക്കെ അളന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര മടിയായിരിക്കും. അപ്പൊ പറയും മീറ്റർ സ്കെയിൽ കൊണ്ടുപോകാൻ പറയും അല്ലേ? അപ്പോ നമുക്ക് ഈ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് യൂണിറ്റ്സ് ഉണ്ട്. ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിമീറ്റർ. യുനോ millimeter. You can see a small lines in between the centimeters in your scale. ഒരു സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഓരോ സെന്റിമീറ്ററിന്റെ ഇടയിൽ ചെറിയ ചെറിയ ലൈൻസ് കാണാൻ പറ്റും. That is 1 millimeter. It is a basic measurement of length. Smallest measurement of length. Okay. How many millimeters make 1 centimeter? 10 millimeters make 10 millimeters make 1 centimeter. Okay. Normally we use measure small things. We use centimeter. ചെറിയ ചെറിയ സാധനങ്ങളുടെ മെഷർമെന്റ് എടുക്കാൻ വേണ്ടി നമ്മൾ സെന്റിമീറ്റർ ഉപയോഗിക്കും അല്ലേ? ആണല്ലോ. ഇപ്പൊ ഒരു ബുക്കിന്റെ ലെങ്ത്തും വിഡ്ത്തും എടുക്കാൻ സെന്റിമീറ്റർ ഉപയോഗിക്കും. പിന്നെ നിങ്ങളുടെ ഫോണിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി സെന്റിമീറ്റർ യൂസ് ചെയ്യാം. പിന്നെ ഡെസ്കിന്റെ ലെങ്ത്, ഡെസ്കിന്റെ വിഡ്ത്ത്, ബെഞ്ചിന്റെ ലെങ്ത് വിഡ്ത്ത് അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ സെന്റിമീറ്റർ യൂസ് ചെയ്യും. സോ commonly we use centimeter to measure small things. Okay. 10 millimeter make 1 centimeter. Then 100 centimeter make 1 meter. 100 centimeter കൂടിയാല് 1 meter എന്ന് പറയും. 1 meter. ഇനിയിപ്പോ നമ്മൾ ഈ റൂമിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ. For measuring the length and width of and height of a room, we use meter. കുറച്ചും കൂടി വലിയ മെഷർമെന്റ് എടുക്കാൻ we use meter. Okay. How many centimeters make 1 meter? 100 centimeters. ഏറ്റവും smallest millimeter and 10 millimeter makes 1 centimeter. Then 100 centimeters make 1 meter. Then നമ്മൾ കുറച്ചും കൂടി ഡിസ്റ്റൻസിലേക്ക് പോവാണെങ്കിൽ for the purpose of measuring distance from one place to another we use kilometer, right? Then 1000 meters make 1 kilometer. ഇതൊക്കെ നിങ്ങൾ പണ്ടേ പഠിച്ചതായിരിക്കും അല്ലേ? ആണല്ലോ. ബേസിക് മെഷർമെന്റ്സ് ഓഫ് ലെങ്ത്, യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. ഇനി ഈ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റേഴ്സ് ആണെന്ന് നമുക്കറിയാം. Isn't it? 1 meter is equal to 100 centimeter. Then how many millimeters make 1 meter? How many millimeters make 1 meter? 1 meter എന്ന് പറയുന്നത് 100 centimeter ആണെന്ന് നമുക്കറിയാം. ഇനി 1 meter എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആയിരിക്കും? നമുക്ക് മില്ലിമീറ്റർ, നമുക്ക് for f1 നമുക്ക് ഒരു ഒരു സ്ഥലത്ത് നിന്നുള്ള മറ്റൊരു സ്ഥലത്തേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഈ ഡെസ്കിന്റെ നീളവും വീതിയും നമുക്ക് മില്ലിമീറ്ററിൽ മെഷർ ചെയ്യണമെന്ന് തോന്നി.
എങ്ങനെ ചെയ്യും? മില്ലിമീറ്റർ വെച്ച് നമ്മൾ സ്കെയിൽ വെച്ച് മില്ലിമീറ്റർ വെച്ച് ചെയ്യോ? ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് അല്ലേ? ഇപ്പൊ നമ്മൾ സെന്റിമീറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം. സെന്റിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. എങ്ങനെ കൺവേർട്ട് ചെയ്യും? 1 centimeter is equal to 10 millimeter, you know. Then 2 centimeters is equal to how many millimeter? 1 centimeter is 10 millimeter. Then 2 centimeter is 20. Okay, 20 millimeter. Engane 2 into 10. 2 centimeter into 10 millimeter, that is equal to 20 millimeter. Wait 1 minute. Okay. One centimeter is equal to 10 millimeter. Okay. Then 1 meter is equal to 100 centimeter. Then 1 kilometer is equal to 1000 meter. ഇത് നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ? ആണല്ലോ. Then we have to convert all these measurements into millimeter. നമുക്ക് ഈ രണ്ട് മെഷർമെന്റ് 1 മീറ്ററിനെയും കിലോമീറ്ററിനെയും മില്ലിമീറ്ററിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റും? How to convert? First, 1 meter is equal to 100 centimeter. എങ്ങനെ അതിനെ മില്ലിമീറ്ററിലേക്ക് മാറ്റും? 100 centimeter into 100 into 10, that is equal to 1000 millimeter. മനസ്സിലായോ? 1 meter is equal to 1000 millimeter എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് മനസ്സിലായോ? No. മനസ്സിലായില്ല. ഹെവന് മനസ്സിലായോ? യെസ്. നജാദിന് മനസ്സിലായോ? നോ. ഹരി? യെസ്. ഷാനിഫിന് മനസ്സിലായോ? നോ. ആതിരയ്ക്ക് മനസ്സിലായോ? യെസ്. ശ്രീ വിഷ്ണു? മോനെ കാണുന്നില്ല. ഹലീമ? നോ. ജീവ? ഇവരെ ആരെയും കാണുന്നില്ല. ഓക്കെ, ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 millimeter ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ദെൻ 1 meter എന്ന് പറയുന്നത് 100 centimeter ആണ്. 100 centimeter ആണ് 1 meter എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓരോ 100 സെന്റിമീറ്ററിലും ഓരോ സെന്റിമീറ്റർ കൂട്ടി വെച്ചതല്ലേ 100 meter എന്ന് പറയുന്നത്. 100 സെന്റിമീറ്റർ കൂട്ടി വെച്ചതല്ലേ 1 meter എന്ന് പറയുന്നത്. അപ്പൊ ഈ 100 സെന്റിമീറ്ററിൽ ഓരോ സെന്റിമീറ്ററും 10 millimeter വീതല്ലേ? 100 സെന്റിമീറ്ററില് ഓരോ സെന്റിമീറ്ററും 10 millimeter വീതല്ലേ? എന്താ ഹെവൻ? ഇപ്പൊ വരാട്ടോ. ഓക്കെ, അപ്പോ ഈ 100 സെന്റിമീറ്ററില് ഓരോ സെന്റിമീറ്ററും 10 millimeter വീതമുണ്ട്. അപ്പൊ ഈ 100 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആണെന്ന് കണ്ടുപിടിക്കുക. ഈ 100നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താ പോരെ? മനസ്സിലായോ? നജാദിന് മനസ്സിലായോ?
യെസ്. എങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് നമ്മള് 1 സെന്റിമീറ്റർ എടുത്തു. ഇപ്പൊ 1 മീറ്റർ നമ്മൾ ഇവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ മുന്നിൽ 1 മീറ്റർ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ 1 സെന്റിമീറ്റർ അത് 10 മില്ലിമീറ്റർ ഉണ്ട്. അടുത്ത 1 സെന്റിമീറ്റർ അതും 10 മില്ലിമീറ്റർ ഉണ്ട്. നെക്സ്റ്റ് 1 സെന്റിമീറ്റർ അതും 10 മില്ലിമീറ്റർ ഉണ്ട്. അങ്ങനെ ഈ 100 സെന്റിമീറ്ററും 10 മില്ലിമീറ്റർ വീതം ഉണ്ട്. അപ്പൊ എങ്ങനെ അതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കും? 100 തവണ 10 മില്ലിമീറ്റർ നമ്മൾ കൗണ്ട് ചെയ്യുന്നു. അപ്പോ 100 into 10, that is 1000 millimeter. That means 1 meter is equal to 1000 millimeter. Okay, അത് ക്ലിയർ ആയില്ലേ? ഇനി take 1 kilometer. 1 kilometer is equal to 1000 meter. 1 kilometer is equal to 1000 meter. ഈ 1000 meter എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? മീറ്ററിന്റെ തൊട്ട് താഴെയുള്ള മെഷർമെന്റ് സെന്റിമീറ്റർ. അപ്പോ ഈ 1000 meter എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1000 into 1 meter is equal to 100 centimeter അല്ലേ? 1 meter എന്ന് പറയുന്നത് 100 centimeter അല്ലേ? അപ്പൊ 1000 meters എന്ന് പറയുന്നത് 1000 into 100, that is equal to 1 lakh. 1 lakh centimeter. That means 1 kilometer is equal to 1 lakh centimeter. മനസ്സിലായോ? 1 kilometer is equal to 100 meter. That is the basic thing you know. And 1 kilometer is equal to 1000 meter means 1000 meter into 100 centimeter is equal to 1 lakh centimeter. 1 kilometer എന്ന് പറയുന്നത് 1000 meter ആണ്. ആ 1000 മീറ്ററിനെയും നമുക്ക് സെന്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 മീറ്റർ എന്ന് പറയുന്നത് look here, 1 meter is equal to 100 centimeter. അപ്പോ 2 മീറ്റർ എന്ന് പറയുന്നത് 2 into 100 200 centimeter ആയിരിക്കും. 3 മീറ്റർ എന്ന് പറയുന്നത് 3 into 100 300 centimeter ആയിരിക്കും. Like that 1000 meter is equal to 1000 into 100 1 lakh centimeter. Okay, then 1 lakh centimeter എന്ന് പറയുന്നതിനെ നമ്മൾ മില്ലിമീറ്ററിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും? 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണല്ലേ? ആണല്ലോ. 1 centimeter is equal to 10 millimeter. Then 2 centimeter is equal to 2 into 10 20 millimeter. 3 centimeter is equal to 3 into 10 30 millimeter. 100 centimeter is equal to 100 into 10 1000 millimeter. 200 centimeter is equal to 200 into 10 2000 millimeter. Like that 1 lakh centimeter is equal to 1 lakh into 10 1 crore millimeter. Sorry, 10 lakh. 1 lakh into 10 lakh millimeter. That means 1 kilometer is equal to 10 lakh millimeter. മനസ്സിലായോ? ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ? All clear? Do you have any doubt? എന്താ നജാദ്, മനസ്സിലായില്ലേ? യെസ്. അശ്വിന് മനസ്സിലായോ?
ആദ്രയ്ക്ക് ഡൗട്ട് ഉണ്ടോ? യെസ്, മനസ്സിലായി. ഹരിക്ക് മനസ്സിലായി. നിർമ്മൽ ഡൗട്ട് ഉണ്ടോ മോനെ? നോ. ജോയലിന് മനസ്സിലായി. ഷാനിഫ് ഓക്കെ. ശ്രീ വിഷ്ണു, what about you? യെസ്. അഫ്രാസ്? യെസ്, ഓക്കെ. ജുവാന? യെസ്. ജീവ? ഓക്കെ. അശ്വിന് മനസ്സിലായി. ജീവ? ഓക്കെ. അപ്പൊ ലെങ്ത്തിന്റെ മെഷർമെന്റ് എല്ലാവർക്കും മനസ്സിലായില്ലേ? The next, units of mass. For what we use units of mass? For measuring weight of a thing. For measuring weight of a thing. How will you measure your weight? എങ്ങനെ നിങ്ങളുടെ വെയിറ്റ് എങ്ങനെ നിങ്ങൾ ഏത് മെഷർമെന്റിലാ പറയുന്നത്? കിലോഗ്രാം അല്ലേ? ഇപ്പോ ഹരിനൻ ഹാസ് വെയിറ്റ് 35 kilogram, 35 kg, and Joel has weight about 34 kilogram. Like that, we use kilogram, gram, milligram for the purpose of measuring weight of a thing. നിങ്ങൾ ഇപ്പൊ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുന്നു വെച്ചോ. ഇപ്പോ വെജിറ്റബിൾസോ ഗ്രോസറിയോ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വാങ്ങും? ഏത് മെഷർമെന്റിൽ വാങ്ങും? either kilogram or gram. ഇപ്പൊ ബേക്കറിയിൽ പോയിട്ട് നിങ്ങൾ എന്ത് വാങ്ങുന്നു? കേക്ക് വാങ്ങുന്നു. എങ്ങനെ നിങ്ങൾ പോയിട്ട് പറയാ? ഒരു 1/4 കിലോ കേക്ക് വേണം, അല്ലെങ്കിൽ 1/2 കിലോ കേക്ക് വേണം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പഞ്ചസാര വാങ്ങാൻ പോയി ഒരു 1/2 കിലോ പഞ്ചസാര വേണം, അങ്ങനെയല്ലേ പറയാ? ഓക്കെ. അപ്പൊ നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് കിലോഗ്രാം, ഗ്രാം, മില്ലിഗ്രാം. മില്ലിഗ്രാം എന്തിനാ യൂസ് ചെയ്യുന്നത്? ഏറ്റവും ചെറിയ മെഷർമെന്റ്സ്, ചെറിയ മെഷർമെന്റ്, അതായത് 10 മില്ലിഗ്രാം, ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ മില്ലിഗ്രാം യൂസ് ചെയ്യും. അതിൽ കുറച്ച് വലിയ സാധനങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടി ഗ്രാം യൂസ് ചെയ്യും. വലിയത് മെഷർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ അരിയൊക്കെ വാങ്ങുന്നത് നമ്മൾ കിലോഗ്രാം ബേസിലാണ് വാങ്ങുക അല്ലെ? ഇപ്പൊ 5 കിലോഗ്രാം റൈസ് അല്ലെങ്കിൽ 10 കിലോഗ്രാം റൈസ്. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് ഇത് നമ്മൾ ലെങ്തിനെ ചെയ്തതുപോലെ വലിയ മെഷർമെന്റിനെ ചെറിയ മെഷർമെന്റിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോ ഇന്ന് നമുക്ക് ടൈം അത്രയും കൂടെ ഉള്ളൂ. ഇന്ന് എന്താ ഇപ്പൊ ഹോംവർക്ക് വരിക? Do you remember that international place value chart? Yes, okay. You have homework question, page number 9. Page number 9, question 15. ചെയ്തതാണോ? Question 15. ചെയ്തതാണോ? No. Page number 9, question number 15. Rewrite each of the following numbers with proper commas using the international place value chart. Okay, that's for your homework. Page number 9, question number 15. Okay, do the homework today itself. Enda Nirmal? Nirmala unmute ചെയ്തിട്ട് പറ മോനെ.
മിസ്സേ നമ്മൾ ഈ പ്ലേസ് വാല്യൂ ചാർട്ട് നോട്ടിലാണോ ഇതണ്ടേ ചാർട്ടിലാണോ ഇതണ്ടേ? നോട്ടില്. ആ. Okay. That's your homework question. Study the units of length very well. By heart the measurements. And the hurry. മിസ്സേ നമുക്കിത് മിസ്സിന്റെ പേഴ്സണലിലോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഇടാലോ? എങ്ങനെ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തന്നാ മതി. ഗ്രൂപ്പിലോ പേഴ്സണലായിട്ടോ അയച്ചു തന്നാ മതി. ബട്ട് ഇന്ന് തന്നെ കിട്ടണേ. എന്താ ഹെവൻ? ഫോൺ വീണുപോയി. മിസ് കോമ ഇടവല്ലേ വേണ്ടേ? കോമ ഇടണം. പ്ലേസ് വാല്യൂ ചാർട്ടിൽ എഴുതണം. പ്ലേസ് വാല്യൂ ചാർട്ടിൽ എഴുതി കഴിഞ്ഞതിന് ശേഷം കോമ ഇട്ടിട്ട് എഴുതാം തന്നിട്ടുള്ള നമ്പേഴ്സ്. ഓക്കെ ഓക്കെ. ശ്രീവിഷ്ണു എന്താ? ഇത് നെയിം എഴുതണോ? എന്താ മോനെ? നെയിം എഴുതണോ? ഈ നമ്പേഴ്സിന്റെ നെയിം എഴുതണോന്ന്? നെയിം എഴുതാൻ അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. ഓൾസോ റൈറ്റ് ദി നമ്പർ നെയിംസ് ഓഫ് ഈച്ച് ഇൻ ദി ഇന്റർനാഷണൽ സിസ്റ്റം. കോമ ഇട്ട് നമ്പേഴ്സ് എഴുതാ, എന്നിട്ട് അതിന്റെ നെയിം എഴുതാം ആസ് പെർ ഇന്റർനാഷണൽ സിസ്റ്റം. Okay. That's all for today. If anybody have any doubt? Okay, then let's see in the next class. Bye.